2024 സംഖ്യാശാസ്ത്രപരമായി നമ്മൾ വിലയിരുത്തുമ്പോൾ 8-ന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള വർഷമാണ്. 8 ജ്യോതിഷത്തിൽ ഒരു ചിന്താഗതിയിൽ ശനിയുടെ വർഷമാണ്. ആ ശനിയുടെ ദേവത എന്ന് പറയുന്നത് അയ്യപ്പൻ, ശാസ്താവ്, ശനീശ്വരൻ, ആഞ്ജനേയൻ, ഇങ്ങനെയെല്ലാം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വൈദേശികമായ സംഖ്യാശാസ്ത്രത്തിലും ഭാരതീയമായ പൊതുവിലെ സംഖ്യാശാസ്ത്രത്തിലും 8-ൻ്റെ ദേവത ശനീശ്വരൻ തന്നെയാണ്. എന്നാൽ ഭാരതത്തിൽ 8-നെ കുറിച്ച് വേറൊരു തരത്തിലുള്ള ചിന്താഗതിയും ഉണ്ടായിരുന്നു. ദത്താത്രേയൻ, അവധൂത ദത്താത്രേയൻ എന്നത് നിങ്ങൾ കേട്ടിരിക്കും. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ഏകോപിതമായ ഒരു അവതാരമായിരുന്നു ദത്താത്രേയ മഹർഷി. ആ ദത്താത്രേയ മഹർഷി കഴിഞ്ഞ് അതേ ശക്തി തന്നെയാണ് പിന്നീട് ശ്രീപാദ വല്ലഭരായി അവതാരം കൊണ്ടത്. ഈ ശ്രീപാദ വല്ലഭരായി അവതാരം കൊണ്ട ശേഷം പിന്നീട് അതേ ശക്തി അവതാരം കൊണ്ടതാണ് ശ്രീ നരസിംഹ സരസ്വതി എന്ന അവതാരം. ഈ 3 അവതാരങ്ങളും പരസ്പര ബന്ധമാണ്. ഈ നരസിംഹ സരസ്വതിയുടെ അവതാരത്തിന് ശേഷം ഇതേ ചൈതന്യം തന്നെ കുറേ കാലം ഈ പ്രപഞ്ചത്തിൽ നിന്നിട്ട് പിന്നീട് അവതരിച്ചതാണത്രേ അവരുടെ സങ്കല്പമനുസരിച്ച് നമ്മുടെ ഷിർത്തിസായി. അവിടുന്ന് ഇങ്ങോട്ട് സത്യസായി തുടങ്ങിയുള്ളത് ഞാൻ അധികം വിശദീകരിക്കണ്ടല്ലോ. ഈ ദത്താത്രേയ ചിന്താഗതി അനുസരിച്ച് 8 എന്ന സംഖ്യ മഹാലക്ഷ്മിയുടെ സംഖ്യയായിട്ട് ആ ചിന്താഗതിക്കാർ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് 8-നാണ് 2024 പ്രാധാന്യമെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു ഭാഗത്ത് ശനി എന്ന ഗ്രഹത്തിന് പ്രാധാന്യം ഉള്ളതുപോലെ തന്നെയാണ് വേറൊരു ഭാഗത്ത് മഹാലക്ഷ്മിയുടെ 8-നെ ലക്ഷ്മിയുടെ ദേവതയായിട്ടും കണക്കാക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ഈ ശനിയുടെ പ്രീതിക്ക് വേണ്ടി കൂടുതൽ ആനുകൂല്യത്തിനും കൂടുതൽ ഈശ്വരാധീനത്തിനും വേണ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ലക്ഷ്മിയെയും കൂടി നിലവിലുള്ളതിനേക്കാളും കൂടുതൽ 2024 ഭജിക്കുന്നത് നിങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കൂടുതൽ ഗുണം ചെയ്യുമെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. ഇനി നാം സംഖ്യാശാസ്ത്രത്തെ തന്നെ നമ്മളൊന്ന് വിലയിരുത്തി വന്നാൽ 1, 10, 19, 28 എന്ന സംഖ്യകളിൽ ജനിച്ചവരും ഇതേ സംഖ്യകൾ ഭാഗ്യസംഖ്യയായി വരുന്നവരും, അതായത് 1 ജന്മസംഖ്യയും ഭാഗ്യസംഖ്യയുമായി വരുന്നവർ അവരുടെ ഗ്രഹമെന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യഭജനത്തിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ശനീശ്വരനെയും ഭജിക്കണം. ഈ 1 ജന്മസംഖ്യയോ ഭാഗ്യസംഖ്യയോ ആയി വരുന്നവർ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക. 2024 ജാനുവരി മാസവും 2024 ഒക്ടോബർ മാസവും ജന്മസംഖ്യയും ഭാഗ്യസംഖ്യയും അഥവാ ദിനസംഖ്യയും മൊത്തസംഖ്യയും ഒന്നായിട്ട് വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. 1/1/2024 നിങ്ങൾ എടുത്തു നോക്കൂ.
ഒന്നാണ് അന്നത്തെ ദിനസംഖ്യ. അത് മൊത്തം കൂട്ടി നിങ്ങൾ വിലയിരുത്തിയാൽ ആ മൊത്തം കൂട്ടിയാലും കിട്ടുന്നത് ഒന്നാണ്. അങ്ങനെ 2024 ജാനുവരിയിലും 2024 ഒക്ടോബറിലും ഒന്ന് ജന്മസംഖ്യ അല്ലെങ്കിൽ ഭാഗ്യസംഖ്യയായി വന്നിട്ടുള്ളവരും ജാനുവരി ഒക്ടോബർ മാസത്തിൽ ജനിച്ചവരും ഒപ്പം ഈ ഒന്നിനോട് അല്പസ്വല്പ ഇണങ്ങി നിൽക്കുന്ന സംഖ്യയായ 4, 13, 22, 31 അതുപോലെ ഏപ്രിൽ മാസം ജനിച്ചവരും 2024 ജാനുവരി ഒക്ടോബർ മാസത്തെ കൂടുതൽ പ്രയോജനമുള്ളതാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം വരും. അതിന് ശനീശ്വര ഭജനത്തോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൂര്യഭജനവും കൂടി ശക്തമാക്കുക. 2, 11, 20, 29 എന്ന ദിവസം ജനിച്ചവരും ഒപ്പം ഈ സംഖ്യ ദിനസംഖ്യയും ജന്മസംഖ്യയും ഭാഗ്യസംഖ്യയും ആയിട്ടുള്ളവരും 2024 ഫെബ്രുവരിയും 2024 നവംബറിലും പ്രത്യേക ഒരു ജാഗ്രത നിലനിർത്തുകയും ശനീശ്വര ഭജനത്തോടൊപ്പം തന്നെ നിങ്ങൾ ചന്ദ്രനെയും കൂടി പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാസവും ഫെബ്രുവരിയും നവംബറും കൂടുതൽ ഗുണം ചെയ്യുന്ന മാസമായിരിക്കും. 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവരും ഇതിലേതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾക്ക് ഭാഗ്യസംഖ്യയായിട്ട് വരികയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം 2024 മാർച്ചും 2024 അവസാന മാസമായ ഡിസംബറും പല വിധത്തിലുള്ള ഗുണങ്ങൾ ചെയ്യും. ശനീശ്വരനെ ഭജിക്കുന്നതോടൊപ്പം അഥവാ ശനിയെ അനുകൂലപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നതോടൊപ്പം നിങ്ങൾ വിഷ്ണുവിനെയും വ്യാഴനെയും കൂടി കൂടുതൽ നിങ്ങൾ ഭജിച്ചാൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഈ മാർച്ചിലും ഡിസംബറിലും ലഭിക്കുന്നതാണ്. 4, 13, 22, 31 ദിവസങ്ങളിൽ ജനിച്ചവർ അവർക്ക് ദിനസംഖ്യ 4 അല്ലെങ്കിൽ ഭാഗ്യസംഖ്യ 4 ആയിട്ട് വരികയും ഏപ്രിൽ മാസത്തിൽ ജനിച്ചവരും കൂടിയാണെങ്കിൽ അവർ നാഗരെ രാഹുവിനെ കൂടുതൽ ഉപാസിക്കുകയും ശനീശ്വരനെയും മറ്റ് ഗ്രഹങ്ങളെയും കൂടി നിങ്ങൾ അനുകൂലമാക്കിയാൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് വളരെയധികം ഗുണം കിട്ടും. നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു, ഇതേ 4കാർക്ക് ജാനുവരിയും ഫെബ്രുവരിയും കൂടി അവർ ശ്രദ്ധിച്ചാൽ പ്രയോജനപ്പെടുത്താം. 5, 14, 23 തീയതികളിൽ ജനിച്ചവരും ഈ 5 ഭാഗ്യസംഖ്യയായിട്ട് വരുന്നവർക്കും 2024 മെയ് മാസം ഒരു ജാഗ്രത വച്ചാൽ വൈഷ്ണവ ശക്തികളെ, അതായത് കൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങിയുള്ള ദേവതകളെയും കൂടി ഉപാസിച്ച് ബുധഗ്രഹത്തെയും അനുകൂലമാക്കി ശനീശ്വരനെയും അനുകൂലമാക്കിയാൽ നിങ്ങൾക്ക് ഗുണപരമായി 2024 കൈകാര്യം ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രേയസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. 6, 15, 24 ദിവസങ്ങളിൽ ജനിച്ചവരും അവരുടെ ജന്മസംഖ്യ 6 ഭാഗ്യസംഖ്യയും അത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക്
2024 മഹാലക്ഷ്മിയുടെയും കൂടി സംഖ്യ ആയതിനാൽ ഈ സംഖ്യ മഹാലക്ഷ്മിക്ക് പ്രത്യക്ഷ ബന്ധമുള്ളതിനാൽ പ്രത്യേകിച്ചും ജൂൺ മാസവും പൊതുവിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഗുണകരമായി മാറും. ശനീശ്വരനോടൊപ്പം തന്നെ നിങ്ങൾ ലക്ഷ്മിയെയും ദേവിയെയും കൂടി കൂടുതൽ ഭജിക്കുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം, ഈ വർഷത്തെ നിയന്ത്രിക്കുന്നത് ശനിയാണ്. ആ ശനിയുടെ കൂടെ ശുക്രൻ ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ അധികാരം കൊണ്ടോ പണത്തിൻ്റെ കൂടുതൽ കൊണ്ടോ ആരോഗ്യത്തിൻ്റെ കൂടുതൽ കൊണ്ടോ തൻ്റെ പിൻബലമോ മുൻബലമോ കൊണ്ടോ ചിലപ്പോൾ തന്നെത്താൻ മറന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകാനും സാധ്യതയുണ്ട്. അത്തരം താൻ അറിയാതെ തന്നെ മറന്നുള്ള പ്രവൃത്തികളിൽ ഈ 2024 ഈ 6 ജന്മസംഖ്യയും ഭാഗ്യസംഖ്യയുമായിട്ടുള്ളവർ ശ്രദ്ധിക്കണം. എങ്കിൽ അതിന് വലിയ വില നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. 7, 16, 25 തീയതികളിൽ ജനിച്ചവർ, അതുപോലെ തന്നെ ഈ സംഖ്യകൾ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നവർ, ഇവരുടെ ജന്മസംഖ്യയും ഭാഗ്യസംഖ്യയും 7. ചിലർക്ക് 7 ജന്മസംഖ്യയാവും, മറ്റൊന്ന് ഭാഗ്യസംഖ്യ. എന്തായാലും ഈ 7 എന്ന് പറയുന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടവർ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ പ്രത്യേകിച്ചും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അങ്ങനെയുള്ള ഈശ്വരപരമായ കാര്യങ്ങൾ ചെയ്യുകയും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ജൂലൈ മാസം പരമാവധി നിങ്ങൾ പ്രയോജനത്തിലേക്ക് നിങ്ങളുടെ ലൈഫിന് ഗുണകരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക. 8, 17, 26 തീയതികളിൽ ജനിച്ചവരെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിക്കുന്ന ഈ 8 ജന്മസംഖ്യയും ഭാഗ്യസംഖ്യയും ആയിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ 2024. കാരണം ഈ 2024 അങ്ങേയറ്റം ഭരിക്കുന്നത് 8 എന്ന സംഖ്യയാണ്. നിങ്ങളുടെ സ്വതവേ ഉള്ള ആലസ്യം, മന്ദത, ഒരു സ്വയമുള്ള ഞാനെന്ന ഭാവമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കാരെയും മുമ്പ് കുനിയാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ധാരണയുള്ള ഇതൊക്കെ ഒന്ന് വിട്ടിട്ട് നിങ്ങൾ ശരിയായി അധ്വാനിക്കുകയാണെങ്കിൽ വർക്ക് ആൻഡ് വിൻ. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതനുസരിച്ച് വിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ശനീശ്വരനെയും ലക്ഷ്മിയെയും ഭജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം അങ്ങേയറ്റം ഗുണകരമായി തീരും. 9, 18, 27 തീയതികളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഴ്ച ചൊവ്വയാണ്. 9 എന്ന് പറയുന്ന സംഖ്യ ജന്മസംഖ്യയോ ഭാഗ്യസംഖ്യയോ ആയി വരുന്നവർക്ക് അവർ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി നിലകൊള്ളുകയാണെങ്കിൽ ഈ 2024 നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, പ്രത്യേകിച്ചും അതിലെ സെപ്റ്റംബർ മാസത്തിന്. ഞാൻ അങ്ങേയറ്റം ജാഗ്രത എന്ന് പറയാൻ ഒരു കാരണവും കൂടിയുണ്ട്. ശനി നിർണായകമായിരിക്കുന്ന 2024 ജന്മസംഖ്യയും ഭാഗ്യസംഖ്യയും 9 ചൊവ്വയായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, ശനിയും ചൊവ്വയും ഒരുപാട് ക്ലോസ് ആയാൽ, ബന്ധപ്പെട്ടാൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ല അഗ്നിമാരുത യോഗമെന്നും മറ്റുമൊക്കെ. നമ്മൾ അറിയാതെ തന്നെ ചില പ്രശ്നങ്ങൾ തലപൊക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഒരു ആത്മനിയന്ത്രണത്തോടെ അധ്വാനിച്ച് മുന്നോട്ട് പോയാൽ ഈ 2024 9കാർക്കും ഗുണം ചെയ്യും. ഇനി ഞാൻ ഇതിൻ്റെ പരിഹാരത്തിലേക്ക് പോവാം. പരിഹാരം എന്ന് പറഞ്ഞാൽ ശനിഗ്രഹത്തിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ, ആഞ്ജനേയൻ, അതുപോലെ തന്നെ ശാസ്താവ്, ആദിശാസ്താവ് തുടങ്ങിയുള്ളതും, പിന്നെ ശിവവിശ്വാസികൾക്കാണെങ്കിൽ
ത്രയോദശി ശനി എന്ന് പറഞ്ഞൊന്നുണ്ട്. അതായത് ശനിയാഴ്ചയും ത്രയോദശിയും 2024 അപ്രകാരം 4 5 ത്രയോദശി ശനിയാണ് വരുന്നത്. ആ ദിവസവും ഒക്കെ നീരാജനം കൊടുക്കുകയും ശനിയാഴ്ച ദിവസം ഒരു വ്രതം പോലെ എടുക്കുകയും സാധ്യമാണെങ്കിൽ മത്സ്യമാംസാദികളിൽ നിന്ന് മാറി നിൽക്കുകയും മനഃശുദ്ധിയും ശാരീരിക ശുദ്ധിയും നിങ്ങൾ പുലർത്തുകയും നല്ല ഇച്ഛാശക്തിയോടുകൂടി അധ്വാനിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. അടുത്തത് ഈ 1 വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സൂര്യനെ ഭജിക്കണമെന്ന്. സൂര്യൻ്റെ ദേവത ശിവനാണ്. 2 വേണ്ടിയിട്ട് ദേവി എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ചും പൗർണമി ദേവി. 3 വിഷ്ണു, ഗ്രഹം വ്യാഴമാണ്. അപ്പോൾ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ അനന്തപത്മനാഭൻ, വിഷ്ണു, തിരുപ്പതി, ഇങ്ങനെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങൾ, നവതിരുപ്പതി തുടങ്ങി പലതും. 4 നാഗരാജാവ്. ഇപ്പം അനന്തങ്കാടുണ്ട്, നാഗർകോവിലുണ്ട്, വെട്ടിക്കോടുണ്ട്, മണ്ണാറശാലയുണ്ട്, ആമയുടെ ഉണ്ട്, പാമ്പിമേക്കാടുണ്ട്, പാതിരാപ്പള്ളിയിലുണ്ട്. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ അനേകം എണ്ണമുണ്ട്. 5 കൃഷ്ണനാണ് അതിൻ്റെ ദേവൻ. ഗുരുവായൂർ മുതൽ നിങ്ങളുടെ പരിസര പ്രദേശത്തും ഉടുപ്പി തുടങ്ങി ഒരുപാട് കൃഷ്ണൻ. ആ കൃഷ്ണഭജനത്തെ ഈ ശനി ഭജനത്തോടൊപ്പം ഘടിപ്പിക്കുക. 6 ലക്ഷ്മിയുടെ ദേവിയെയും ഗണപതിയെയാണ് മുറുകെ പിടിക്കേണ്ടത്. 7 പ്രത്യേക ശ്രദ്ധാപൂർവം ഒന്ന് ഓർമ്മിക്കുക. 7 വിപരീതം മാറ്റാൻ നിങ്ങൾ ആശ്രയിക്കേണ്ടത് ചാമുണ്ടിയെയും ഗണപതിയെയാണ്. ശനീശ്വരനോടൊപ്പം തന്നെ വെള്ളിയാഴ്ച തോറുമെങ്കിലും ചാമുണ്ടിയെയും ഗണപതിയെ ആശ്രയിക്കുക. 8 വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചു ശനി ശാസ്താവ് തന്നെയാണ്. 9 വേണ്ടിയിട്ട് നിങ്ങൾ ഭദ്രകാളി, രൗദ്രകാളി, മുരുകൻ തുടങ്ങിയുള്ള ദേവതകളെ ഭജിക്കുക. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ശനിക്ക് പ്രാധാന്യമുള്ള ഒരു വർഷത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഈ 2024 ഏപ്രിൽ മാസം 2024 ഒക്ടോബർ മുതൽ പിന്നെ അങ്ങോട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള ഭരണം നിർവഹിക്കുന്നവരും രാജ്യത്തിൻ്റെ ഭാഗധേയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമെല്ലാം കൂടുതൽ ഈശ്വരാധീനം നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കണം. സനാതന സംസ്കാരത്തിൻ്റെ അഥവാ നവഭാരതത്തിൻ്റെയും ചിരകാല സ്വപ്നമായിരുന്ന ശ്രീരാമൻ പിറന്ന മണ്ണിൽ അയോധ്യയിൽ ജാനുവരി 22 ആ ചരിത്ര സാക്ഷ്യം ഭാരതത്തിലെ പിറക്കും തലമുറകളെല്ലാം സ്വപ്നം കണ്ട ആ മഹാസ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. അതിൽ ഭാരതത്തിൽ ജനിച്ച, ഭാരതത്തിൽ ജീവിക്കുന്ന, ഭാരതത്തിൽ തന്നെ തൻ്റെ അന്ത്യവും വേണമെന്ന് അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടതായി. എനിക്ക് ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അതെല്ലാം ഈ ഭാരതമണ്ണിൽ തന്നെ ആയിരിക്കണം എന്നാഗ്രഹിക്കും വിധം ദേശീയ സ്നേഹം, ദേശസ്നേഹം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ജന്മത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ, ശ്രീരാമക്ഷേത്രത്തിൻ്റെ ആരംഭം. എല്ലാം നല്ലത്. പക്ഷെ ഒരു കാര്യം,
22/1/2024 പറയുന്ന ദിവസത്തിന് ഏറ്റവും അധികം അതിനെ നിയന്ത്രിക്കുന്നത് രാഹുവാണ്. രാഹുവിനോടൊപ്പം ആ ദിവസത്തെ കൂടുതൽ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രനോടൊപ്പം പിന്നെ ആ ദിവസത്തെ ഏറ്റവും അധികം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്, ബുധനാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? വ്യക്തി ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സാമൂഹിക ഘടനയിലായാലും നേരെ പോകുന്ന ഒന്നിനെ പരമാവധി കുഴയ്ക്കാനായി ജാതകത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെ കുഴച്ച് വിഷമിപ്പിക്കാൻ, വിഷമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിഷമിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന വിധം പല ഘടകങ്ങളും കടന്നു വരുന്ന ഒരു തീയതിയും കൂടെയാണ് ന്യൂമറോളജി അനുസരിച്ച് 22/1/2024. അന്നത്തെ ഒരു പ്രത്യേകത, അന്നത്തെ ജന്മസംഖ്യയും 4ആണ്, അന്നത്തെ ഭാഗ്യസംഖ്യയും 4ആണ്. ആടുപാമ്പ് എന്ന് പറഞ്ഞതുപോലെ പാമ്പ്, രാഹു ശരിക്ക് ആടുന്ന ഒരു ദിവസമാണത്. അതുകൊണ്ട് പലതരത്തിലുള്ള വിപരീതമായ കാര്യങ്ങളും രൂപപ്പെടാവുന്ന ഒരു ദിവസവും കൂടിയാണ്. അപ്രകാരം ഈ സംഖ്യാശാസ്ത്രത്തിൽ ഒരു നിലയുള്ളത് കൊണ്ട് അന്നത്തെ ഈ സുദിനത്തിൽ എല്ലാ നല്ല കാര്യത്തിനും മേൽനോട്ടം വഹിക്കുന്നവർ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ്, എല്ലാം ശുഭമാകുമെന്ന അമിത വിശ്വാസത്തിൽ നിൽക്കാതെ ചെറിയ പിഴവെങ്കിലും എവിടുന്നെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കൂടി ചിന്തിച്ച് അതിനും കൂടി മുൻകൂർ പരിഹാരം കാണണമെന്നതാണ് സംഖ്യാശാസ്ത്രമനുസരിച്ച് കാണുന്നത്. ഓം ഗുരുഭ്യോ നമഃ. ശുഭമസ്തു. ഇനി എങ്ങനെയുണ്ട്?